നമസ്കാരം. കേരള സമിറ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു വിവാദ വിഷയം ചർച്ച ചെയ്യാനല്ല നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കേരളം ഒരു ഭീതിയിലാണ്. നിപ വൈറസ് ബാധ മൂലം ആളുകൾ മരിച്ചു വീഴുന്നു എന്നതാണ് കേരളത്തെ ഭീതിയിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വിവാദങ്ങൾക്കല്ല, കുറ്റപ്പെടുത്തലുകൾക്കല്ല, രക്ഷപ്പെടുത്തലുകൾക്കാണ് പ്രാധാന്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരള സമിറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നിപ വൈറസിനോട് കേരളം എങ്ങനെ പൊരുതണം? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി ഡോക്ടർ KP അരവിന്ദൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹെഡ് നഴ്സ് ശ്രീമതി ഉഷാദേവി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അനൂപ് കുമാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ ബീന. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന, മറ്റ് വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരടക്കമുള്ളവർ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനീഷ് AP തുടങ്ങിയവരെല്ലാം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ഡോക്ടർ KP അരവിന്ദൻ, ഇപ്പോൾ ഈ രോഗം നിയന്ത്രണ വിധേയമായിരിക്കുന്നു, അല്ലെങ്കിൽ നിപ വൈറസ് നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരവസ്ഥ എത്തിയോ? കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ നിപ വൈറസ് രോഗം പല സ്ഥലങ്ങളിലും ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഔട്ട്ബ്രേക്സ്, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ വേഗത്തിൽ ഈ രോഗത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതും, അങ്ങനെ വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പകർന്നിട്ടുള്ള ആൾക്കാരുടെ എണ്ണം അത് കുറേയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളൂ. കാരണം ഈ രോഗം ആദ്യമായിട്ട് അതിൻ്റെ മൂല സ്രോതസ് എന്ന് പറയുന്നത് വവ്വാലുകളാണെങ്കിൽ പോലും ഒരു ആകസ്മികമായി വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു വവ്വാലിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് വരുന്ന സംഗതി. പക്ഷെ അതിനുശേഷം മുഴുവൻ മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്കാണ് ഇത് പോകുന്നത്. ആ പോകുന്നതാണ് വളരെ വേഗത്തിൽ പലരിലായിട്ട് പോകുന്നത്. അതിനെ തടയിടാൻ വേണ്ടി ഉള്ള ശ്രമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അല്ല, ഈ കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, അല്ലെങ്കിൽ ഇത്തരം ഈ സ്രവങ്ങളുടെ ഒരു ബാധയേറ്റിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ രോഗം ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പലരും പറയുന്നത് അങ്ങനെ എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ അതേസമയം വളരെ അടുത്ത് ഈ രോഗിയെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരടക്കം വളരെ അടുത്ത് പെരുമാറുന്നവർക്ക് അത് പലപ്പോഴും പറയുന്നത് ഈ സ്രവങ്ങൾ എത്തിച്ചേരുന്ന ദൂരം ഒരു 1-1.5 മീറ്റർ ആ ദൂരത്തിൽ നിന്നുകൊണ്ട് അവരെ പരിചരിക്കുകയും പ്രത്യേക മുൻകരുതലില്ലാതെ ഈ മാസ്കും കയ്യുറയൊക്കെ ഇല്ല, അങ്ങനെയുള്ളവർക്കാണിത് വരാനുള്ള സാധ്യത. പക്ഷെ അങ്ങനെ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞാൽ ബാക്കിയുള്ളവരിൽ നിന്ന് അവരിൽ നിന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെടുക്കാം. അത് കുറേയൊക്കെ ഫലപ്രദമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ 2-3 ആഴ്ചക്കുള്ളിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതാണ് പ്രതീക്ഷ. ഡോക്ടർ അനൂപ്, എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങളെയൊക്കെ അഭിനന്ദിക്കാതെ തരമില്ല. കാരണം സാധാരണ ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടായാൽ, ഇങ്ങനെ ഒരു പകർച്ചവ്യാധിയൊക്കെ ഉണ്ടായാൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ പ്രശ്നമാവാറുള്ളത്. ഇവിടെ വളരെ പെട്ടെന്ന് നമുക്കതിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സയിലേക്കോ അല്ലെങ്കിൽ എങ്ങനെ അതിനെ നിയന്ത്രിക്കാമെന്നതിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊന്ന് പല അയൽരാജ്യങ്ങളിലടക്കം വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് ഈ കാരണമൊക്കെ കണ്ടെത്തുക എന്നാണ് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു തോന്നലിലേക്ക് ഇങ്ങനെ ആയിരിക്കാം, നിപ വൈറസിൻ്റെ ബാധയായിരിക്കാം എന്ന ചിന്തയിലേക്ക് എങ്ങനെയാണ് ചെന്നത്? ഞാൻ ആദ്യത്തെ രോഗിയെ സാലിഹിനെ കാണുന്നത് 17-ാം തീയതി രാവിലെയാണ്. 17-ാം തീയതി രാവിലെ രോഗി നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന വൈറൽ എൻസെഫലൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളോട് കൂടിയാണ് നമ്മൾ ആശുപത്രിയിൽ വരുന്നതും. അതിനുശേഷം രോഗിയുടെ നില ഗുരുതരമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എമർജൻസി മെഡിസിൻ ക്രിട്ടിക്കൽ കെയർ മെഡിസിനിലേക്ക് മാറ്റുകയും ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ അണ്ടറിൽ നമ്മൾ ICUവിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ ICUവിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു ചെയ്തത്. പക്ഷേ അഡ്മിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള നമ്മളെ പോലെയുള്ള ICUകളിൽ, അതായത് ഈ എല്ലാവിധ ഓർഗൻ സപ്പോർട്ടീവ് മെഷേഴ്സ്, ഈ എല്ലാവിധ അവയവങ്ങളെയും സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള ICUകളിൽ ഒരു രോഗിയുടെ നില, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള വൈറൽ എൻസെഫലൈറ്റിസ് രോഗികളുടെ നില പെട്ടെന്ന് തന്നെ മോശമാകാറില്ല. പക്ഷേ ഈ രോഗിയുടെ കാര്യത്തിൽ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നു, പെട്ടെന്ന് തന്നെ രോഗിയുടെ നില വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അതേപോലെ തന്നെ ഈ രോഗിയുടെ പല ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, രോഗലക്ഷണങ്ങളും സാധാരണ വൈറൽ എൻസെഫലൈറ്റിസ് നിന്നും വ്യത്യസ്തമായി കാണാം.
അപ്പോഴാണ് നമ്മൾ ഈ രോഗിയുടെ വേറെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് രോഗിയുടെ ബ്രദർ സാബിത്ത് 5-ാം തീയതി മെഡിക്കൽ കോളേജിൽ സമാനമായ രോഗലക്ഷണങ്ങളായിട്ട് മരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഒരു രോഗിയുടെ ബ്രദർ 2 ആഴ്ച മുമ്പ് സിമിലർ ഈ അസുഖമായിട്ട് മരിക്കുക, വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോവുക. അതേപോലെ തന്നെ ഈ വേറെ ഒന്ന് നമുക്ക് മനസ്സിലായത് ഈ മയോകാർഡൈറ്റിസ്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ ഇത് അഫക്റ്റ് ചെയ്തു. അതും സാധാരണ രീതിയിലുള്ള ഈ മസ്തിഷ്ക ജ്വരങ്ങളിൽ നമ്മൾ കാണുന്നതല്ല. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സംശയങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഉടനെ തന്നെ ഈ വീട്ടുകാരുടെ അടുത്ത് വേറെ ആർക്കെങ്കിലും ഇതേമാതിരിയുള്ള രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ 3 പേർക്കും കൂടെ പനിയുണ്ടെന്ന് പറയുകയും അവരെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറയുകയും ചെയ്തു. ഈ 3 പേരിൽ വന്ന സമയത്ത് 3 പേരുടെയും അവസ്ഥ അത്ര മോശം ഉണ്ടായിരുന്നില്ല. വാർഡിലാണ് രാവിലെ അഡ്മിറ്റ് ചെയ്തത്. നമ്മൾ ഒബ്സർവേഷന് വേണ്ടി അവർ അഡ്മിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അവരും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അവരെ രോഗനിലയും പെട്ടെന്ന് തന്നെ മോശമാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും അവരെ നമുക്ക് ICUലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോഴാണ് നമുക്കിത് സാധാരണ രീതിയിലുള്ള എന്തോ ഒരു ഗുരുതരമായ ഒരു അണുബാധയാണ്, നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള വൈറൽ എൻസെഫലൈറ്റിസ് അല്ല എന്ന ഒരു ബോധം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അലാമിങ് ഒരു സയൻസ് നമുക്ക് തോന്നാൻ കാര്യം, നമ്മുടെ ക്രിട്ടിക്കൽ കെയർ മെഡിസിനിലെ ഡോക്ടർമാർക്ക് തോന്നാനുണ്ടായ കാര്യം അതാണ്. അപ്പം ഈ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറുണ്ട് ഡോക്ടർ അരുൺ കുമാർ, അദ്ദേഹത്തിന് എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിക്കുകയും ഇതേമാതിരി നമുക്ക് ഒരു വൈറൽ അണുബാധയുള്ള രോഗികളുണ്ട്, സാധാരണയിൽ കാണാത്ത പല ക്ലിനിക്കൽ വ്യത്യാസങ്ങളാണ് ഈ രോഗികൾക്ക് കാണുന്നതെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും അതേപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഇത്രയും ഒരു ഗുരുതരമായ അസുഖം വരുമ്പോൾ അത് വേറെ ആൾക്കാർക്ക് പകരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യേണ്ട അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുകയും ഈ രോഗികളിലൊക്കെ തന്നെ ബ്ലഡ്, യൂറിൻ, ത്രോട്ടിലെ സെക്രീഷൻ, നട്ടിൽ നിന്ന് കുത്തിയെടുത്ത നീര്, ഇതെല്ലാം ആ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അന്ന് രാത്രി തന്നെ അയക്കുകയും ചെയ്യായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്ക് ബാക്കി രോഗികളെ നിലയും മോശമാവുന്നു. ഈ സാലിഹിൻ്റെ കൂടെ തന്നെ ഈ മൂസ, മറിയം എന്ന് പറഞ്ഞ രോഗികളെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതി വരികയും ചെയ്തു. നമ്മുടെ ന്യൂറോളജിയിലെ ഡോക്ടർ ജയകൃഷ്ണനുണ്ട്, അദ്ദേഹം ഈ 3 രോഗികളെ രോഗലക്ഷണങ്ങളൊക്കെ പരിശോധിച്ചു നിന്ന് ഇത് ഈ തലച്ചോറിനെ ബാധിക്കുന്ന ഈ നിംഫ എൻസെഫലൈറ്റിസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ളത് ഒരു തോന്നൽ അദ്ദേഹത്തിനാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ടീമിൽ അത് പറയുകയും അപ്പോൾ നമ്മളത് വീണ്ടും ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ വീണ്ടും വായിച്ചു നോക്കുമ്പോൾ പല രോഗലക്ഷണങ്ങളും ഇതുമായിട്ട് സമാനതയുള്ളതാണ്. തീർച്ചയായും അതെന്തായാലും ഒരു ചെറുതല്ലാത്ത, അതിനകത്ത് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഉടനെ തന്നെ നമ്മൾ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അന്ന് വൈകിട്ട് 8 മണിയാകുമ്പോഴേക്ക് തന്നെ അവർ നമ്മളെ വിളിച്ചു പറഞ്ഞു. ഡോക്ടർ ബീന, ഇതിപ്പോൾ വലിയ ഭീതിയിലാണ് എന്തായാലും ഇപ്പോഴും കേരളത്തിൽ മിക്കവാറും ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കൻ ജില്ലകളിലേക്ക് ആളുകളുടെ യാത്ര തന്നെ വല്ലാതെ ചുരുങ്ങിയിരിക്കുന്നു. മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണെങ്കിൽ പതിവായി നമ്മൾ കാണുന്നത്, ഇവിടുന്ന് ഇപ്പോൾ 1 കിലോമീറ്ററേ ഉള്ളൂ മെഡിക്കൽ കോളേജിലേക്ക്. മെഡിക്കൽ കോളേജ് പരിസരത്ത് ഈ പതിവായി നമ്മൾ കാണുന്ന ആൾത്തിരക്കില്ല. ആളുകൾ മൊത്തത്തിൽ ആ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യമോ അങ്ങനെ ഒത്തുചേരുന്ന സാഹചര്യമോ ഒക്കെ ഇല്ലാതായിരിക്കുന്നു. ഒരു തരത്തിൽ ഈ വല്ലാത്ത ഭീതി അത് രോഗത്തിൻ്റെ പകർച്ചയെ തടയുന്നതിന് കാരണമായിട്ടുണ്ടോ? ഭീതി ഉള്ളത് കൊണ്ടാണ് ഈ രോഗം നമുക്ക് ഇത്ര പെട്ടെന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയതെന്നാണ് നമ്മളുടെ വിശ്വാസം. ഭീതിയെക്കാട്ടിലും കൂടുതൽ ജാഗ്രത, എല്ലാവരിലും ഒരു ജാഗ്രത ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് പ്രധാനം. നമ്മളിത് പറയുമ്പം ശരിക്കും ഇങ്ങനെ ഇത്രയും പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുക്കണമെന്ന് പറയുമ്പോൾ അത് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അത് അങ്ങനെ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുത്താലേ നമുക്ക് ഈ രോഗം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഭീതി നല്ലതാണ്. പക്ഷെ അത് ഒരു പരിധി വിട്ടോ എന്ന പ്രശ്നം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ സിസ്റ്റർ ലിനി മരിച്ച ആ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആളുകൾ എത്തുന്നില്ല. ആ ആശുപത്രിയിലെ ഡോക്ടർമാരെയും ജീവനക്കാരെയും ഒറ്റപ്പെടുത്തുന്നു, അവരെ വാഹനത്തിൽ കയറ്റുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് ആ ഭീതി എത്തിയിട്ടുമുണ്ട്. കൂടുതലായിട്ടൊരു ഭീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതെടുത്തത് കാരണമായിരിക്കും അത് അങ്ങനെ ഒരു ഈ ഒരു സ്ഥിതിയിലെത്തിയത്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുമൊക്കെ കാണുന്നുണ്ട്, എല്ലാവരും ഈ മാസ്ക് ഇട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ മാസ്ക് ഇട്ട് നടക്കുന്നത് അത് എന്തിനാണെന്നുള്ളതും അവർക്കറിയുന്നില്ല. ഈ ആളുകൾ മുഴുവൻ ഇങ്ങനെ മാസ്ക് ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മാസ്ക് ധരിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ?
ഇതൊരു എയർബോൺ ഇൻഫെക്ഷൻ അല്ല. അപ്പം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. വെച്ചാൽ ഈ സ്രവങ്ങളിൽ കൂടെ മാത്രമാണ് ഇത് പകരുന്നത്. പിന്നെ മാസ്ക് ധരിക്കാൻ പറയുന്നത് അടുത്ത കോണ്ടാക്റ്റ് ഉള്ള, അത് സാറ് പറഞ്ഞാൽ 1 മീറ്റർ ദൂരത്തിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തുപ്പലൊക്കെ തുമ്മലിലും ഒക്കെ പകരാനുള്ള സാധ്യത. അങ്ങനെ അവർക്കുണ്ടെങ്കിൽ അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാസ്ക് ചിലപ്പോൾ പ്രയോജനം ഇടുന്നത്. പിന്നെ ആശുപത്രിയിൽ എത്തുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മാസ്ക് ഇടണം. എന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ ഇതിന് കൂടുതൽ ചാൻസ് ആണ്. രോഗികള് നേരത്തെ മാസ്ക് ഇട്ടാൽ മതി. പക്ഷേ ബൈസ്റ്റാൻഡേഴ്സ്, കൂടെയുള്ള ആൾക്കാർ നേരത്തെ മാസ്ക് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഞാൻ ഈ ആ രോഗികളെ ട്രീറ്റ് ചെയ്തപ്പോൾ പോലും ആ തുടക്കത്തിലുള്ള എൻ്റെ അടുത്ത് എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം പറ്റുമോ, നമ്മൾ മരിച്ചു പോകുന്നു. അപ്പം എല്ലായിടത്തും ഞാൻ പറഞ്ഞത് 3 രോഗികളെയും തുടക്കത്തിലെ ട്രീറ്റ് ചെയ്ത ഞാനാണ്. ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള അഷ്വറൻസ് ആണ് എല്ലാവരും ഇതുവരെ കൊടുത്തത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയി ആ പ്രദേശത്ത് ചെന്ന റിപ്പോർട്ടർമാരുടെ അടുത്ത് ആളുകൾ സമീപിക്കാൻ ഇപ്പോൾ ഭയക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതാണ് ഇതിനകത്ത് വേണ്ടത്. അരവിന്ദ് സാറ് പറഞ്ഞ മാതിരി ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള അവയർനെസ് ആണ്. പക്ഷേ ഇതിന്റെ ഈ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് വളരെ നീണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു. അല്ല, വിൻഡോ പീരീഡിൽ രോഗം പരത്തില്ല. രോഗം പരത്തുന്നത് എൻ്റെ ശരീരത്തിലേക്ക് വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയ ശേഷം മാത്രമേ ഞാനുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരാൾക്ക് രോഗം വരുള്ളൂ. അതിൻ്റെ മുമ്പേ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും അസുഖം വരില്ല. ആ ഒരു വ്യക്തമായ ധാരണയാണ് ജനങ്ങൾക്ക് വേണ്ടത്. ശ്രീമതി ഉഷാദേവി ഈ പറഞ്ഞതുപോലെ ഒരു നേഴ്സ് ലിനി മരണപ്പെട്ടിരിക്കുന്നു, സിസ്റ്റർ ലിനി മരണപ്പെട്ടിരിക്കുന്നു. മറ്റെല്ലാവരെയും പക്ഷേ ഈ പറഞ്ഞതുപോലെ വല്ലാത്ത ഭീതിയിൽ നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ആ ആശുപത്രിയിലാവട്ടെ, ഈ മറ്റ് ആശുപത്രികളിൽ ഇവരൊക്കെ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികളിലെ നഴ്സുമാരെയോ ഡോക്ടർമാരെയോ ഒക്കെ ആവട്ടെ, അങ്ങനെ ഒരു ഭീതിയിൽ നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതെങ്ങനെയാണ് ആ അനുഭവം? ജീവൻ ബലിയർപ്പിക്കപ്പെട്ട സന്ദർഭത്തിലും നമുക്ക് ആ ജോലിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ല. ഭീതിയോടെ എല്ലാവരും ഇതിനെ നോക്കി കാണുമ്പോഴും ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ 24 മണിക്കൂറും രോഗികളോടൊപ്പം കഴിയേണ്ടവരായ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ജോലിയുടെ ഒരു കർത്തവ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആശങ്ക ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന രീതിയിൽ ആശങ്കയില്ല എന്ന് പറയുമ്പോൾ അത് അസത്യമായിരിക്കും. ആ ആശങ്കകളെ മറികടന്നുകൊണ്ട് ഇത്തരം രോഗികളെ ചികിത്സിക്കാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ്. അതുതന്നെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലും ചെസ്റ്റ് ആശുപത്രിയിലും ഈ അസുഖം ബാധിച്ച എല്ലാ ഇടങ്ങളിലും പ്രൈവറ്റ് ആശുപത്രികളിലായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുസമൂഹം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മാലാഖമാരെ വാഴ്ത്തപ്പെടും, ജീവിച്ചിരിക്കുന്ന മാലാഖമാരെ കല്ലെറിയുന്ന ഒരു പൊതുപരിപാടി വളരെ ഇതിന് തൊട്ടു പിന്നാലെ നമുക്ക് കാണേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഏറെ വേദനിപ്പിക്കുന്ന രംഗം എന്ന് പറയുന്നത് പേരാമ്പ്ര ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയേണ്ടി വരും. നമ്മൾ ബസ് കയറുമ്പോൾ കുട്ടികൾ ബസ് കയറുമ്പോൾ അങ്ങോട്ടേക്ക് ഇരിക്കേണ്ട, അങ്ങനെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ. നല്ലൊരു വിഭാഗം ഇതിന് സപ്പോർട്ടായിട്ടുണ്ട്. അത് മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പറ്റില്ല. ഒറ്റപ്പെട്ട ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത തരത്തിലുള്ള ഭീതി ജനിപ്പിക്കുന്ന, ഇപ്പോൾ സാറ് പറഞ്ഞു, ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത് വലിയ കഷ്ടമാണ്. ഇതാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. പൊതുമാധ്യമങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ വലിയ രീതിയിൽ അതിനെ മറികടന്നുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് മറികടക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഞങ്ങളെ നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് ചെസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏറെക്കുറെ ആ കുട്ടി ഒരു കോൺഷ്യസ് കണ്ടീഷനിലാണ്. ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഫോണുകൾ വരികയാണ്, എപ്പോൾ മരിച്ചു, മൃതദേഹം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആരാണ് ഈ വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ച് വാട്സപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. എന്തിനാണ് ഈ ഭീതി പടർത്തുന്നത് എന്ന് അതാണ് ഇപ്പൊ അതിന്റെ ആ സാധ്യതയെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി കച്ചവടമാക്കുന്നവർ ഈ സാഹചര്യത്തിൽ ഇറങ്ങി തിരിച്ചു. ഇതിപ്പോൾ വവ്വാലാണല്ലോ ഒരു പ്രധാനപ്പെട്ട വില്ലനായി നിൽക്കുന്നത്. കേരളത്തിൽ ധാരാളം വവ്വാലുകൾ ഉണ്ടായിരുന്നു, പണ്ട് മുതൽ ധാരാളം വവ്വാലുകൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ വവ്വാലുകൾ മാത്രമാണ് വില്ലൻ എന്ന് പറയാമോ? അതോ ഈ പറഞ്ഞ പോലെ ഈ രോഗം ബാധിക്കുന്നത്, ഈ വൈറസ് ബാധ ഉണ്ടാകുന്നു, സ്വാഭാവികമായും അത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്ക് ആ രോഗബാധയായി അത് ഭവിക്കുന്നു എന്നുള്ള അവസ്ഥയാണോ ഉള്ളത്? വവ്വാലുകൾ വില്ലെന്ന് ഞാൻ പറയില്ല, കാരണം വവ്വാലുകൾ വിചാരിച്ചിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിപ വൈറസ് രോഗത്തിൻ്റെ ഏത് സ്ഥലത്തും നിപ വൈറസ് രോഗം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മൂല സ്രോതസ് വവ്വാലായിരിക്കും. കാരണം വവ്വാലും ഈ നിപ വൈറസും
ജനിതകപരമായിട്ട് ഏറെ വർഷങ്ങളായി, ലക്ഷക്കണക്കിന് വർഷങ്ങളായി അവർ തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ച് വവ്വാലിനൊന്നും വരാതെ ഈ വൈറസ് അതിൽ ജീവിക്കുന്ന വൈറസാണ്. ഇത് ഏറെ കാലമായിട്ട് ലോകത്തിൽ പല പ്രദേശത്തും വവ്വാലുകൾക്കകത്ത് ഈ വൈറസ് ഉണ്ട്. അതിപ്പോൾ ഇന്നലെ മലേഷ്യ എന്നൊരു വവ്വാല് പറന്ന് വന്ന് ഇവിടെ വന്ന് വരുന്നതൊന്നുമല്ല. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളിൽ, അത് നമ്മളുണ്ടാക്കി വരുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, മനുഷ്യൻ്റെ വനങ്ങൾ പോകുന്നത് കൊണ്ടും വവ്വാലിൻ്റെ സ്ഥലമില്ലാതെ വരുന്നത് കൊണ്ടും കൃഷിയുടെ വ്യാപനം, പന്നി വളർത്തൽ കേന്ദ്രങ്ങൾ, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ആകസ്മികമായി എപ്പോഴെങ്കിലും ഒരു രോഗിയിലേക്ക് എത്തിപ്പെടുന്നു. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് വവ്വാലുകളെ നശിപ്പിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം വവ്വാലുകളെ ഈ വവ്വാലുകളിൽ തന്നെ ഈ പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലാണ്. അപ്പോൾ അവിടുന്ന് പിടികൂടിയിരിക്കുന്നത് പ്രാണികളെ പിടിക്കുന്ന വവ്വാലുകളാണ് എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയുള്ള വവ്വാലുകളല്ല ഇത് പരത്തുന്നത്. പഴം കഴിക്കുന്ന ടീറോപ്പസ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽപ്പെട്ട വവ്വാലുകളാണ്. അങ്ങനെയുള്ള വവ്വാലുകൾക്ക് വളരെ പ്രധാന ഒരു ധർമ്മം വഹിക്കുന്നുണ്ട്. അവർ നമ്മുടെ ചെടികളെയും, ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാകുന്ന ചെടികളൊക്കെ ഇന്ന് നിൽക്കുന്നത് ഈ വവ്വാലുകൾ കാരണമാണ്. അതിൻ്റെ ഈ ഇന്ന് നടക്കുന്നത്. ഇതിനെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ചെടിയും എല്ലാം പോവും. അപ്പം അങ്ങനെയുള്ള മണ്ടത്തരങ്ങളിലേക്കൊന്നും ആരും പോവില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശരിക്കും പറയണം. അത് നാളെയൊക്കെ ഇനി നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് അത് വവ്വാലല്ലോ, അപ്പോൾ പിന്നെ ആരാണ് എന്നതായിരിക്കും. അതുകൊണ്ടാണ് അത് പറഞ്ഞോളൂ. ഒരു വവ്വാലിനെ പിടിച്ച് അതിൽ രോഗാണു ഇല്ലെന്ന് കണ്ടതുകൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. പല വവ്വാലുകളെ പിടിച്ചാൽ നമുക്ക് ആ ഒരു സ്ഥിരീകരണം. കിണറ്റിലെ വവ്വാലാണോ എന്നതിൽ മാത്രമാണ് ഉന്നയിക്കുന്നത്. മാധ്യമങ്ങളും അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് വവ്വാലെന്ന് എങ്ങനെ വന്നു എന്നുള്ളതല്ല. നമുക്ക് ഇപ്പം വേണ്ടത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ രോഗം ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെ പകരാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വ്യക്തമായ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് രോഗികൾ എങ്ങനെ അവർക്ക് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പകരുന്നത് തടയണമെന്ന് ഒരു പൗരൻ എന്നുള്ള രീതി ഓരോ രോഗിക്കുള്ള ബോധം വേണം. അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്കും ഇത് എങ്ങനെ നമ്മളെ ശരീരത്തിലേക്ക് വരുന്നത് തടയാം. നേരത്തെ പറഞ്ഞില്ലേ, മാസ്ക് ഇട്ടിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മുഖത്ത് മൂടി വെക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളല്ല വേണ്ടത്. നമുക്ക് പ്രധാനമായിട്ടും ഇത് ഇപ്പോഴത്തേത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ വരുന്ന ഇത് ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതേമാതിരി പബ്ലിക് പ്ലേസിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക. അതേമാതിരി പബ്ലിക് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാതെ മുഖത്തും വായിലും തൊടുന്നത് ഒഴിവാക്കുക. പിന്നെ ഇതേമാതിരി ഇപ്പോഴത്തെ നമുക്ക് കൃത്യമായി അറിയില്ല, എന്നാൽ കൂടി ഇപ്പം നമ്മൾ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ കഴിക്കുക. ഈ സോപ്പ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറസ് ഇത് ഒരു ക്യാപ്സുലേറ്റഡ് വൈറസ് എന്ന് പറയും. അപ്പോൾ ആ ടൈപ്പുള്ള വൈറസ് ഈ ആൽക്കലിയുള്ള സൊല്യൂഷനോ അല്ലെ ആസിഡുള്ള സൊല്യൂഷനോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും. അപ്പോൾ സോപ്പോ അല്ലെങ്കിൽ നമ്മൾ ഇതേമാതിരിയുള്ള സ്പിരിറ്റോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ സോപ്പിട്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഒരു രോഗിയായിട്ട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ നമ്മൾ കൃത്യമായിട്ട് ഇതേമാതിരിയുള്ള ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ മാസ്കോ ഗ്ലൗവോ ഉപയോഗിക്കണം. ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങളും പ്ലാനിങ്ങും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മരണപ്പെട്ട രോഗം സ്ഥിരീകരിച്ച ഏതെങ്കിലും രോഗികളുമായി അടുത്തിടപഴകിയ ആൾക്കാർ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൽ, അതായത് നമുക്ക് ഒരു 6 മുതൽ 20 ദിവസം വരെയുള്ള സമയങ്ങളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ, രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ട് ഈ തൊണ്ടവേദന വരിക, ശക്തമായ പനി വരിക, ചുമ ഉണ്ടാവുക, അതല്ലെങ്കിൽ ഈ ശ്വാസം മുട്ട് വരിക, ഈ തലച്ചോറിനെ ബാധിച്ചിട്ട് പെരുമാറ്റത്തിനുള്ള അല്ലെങ്കിൽ ബോധത്തിനുള്ള വ്യത്യാസം വരിക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള PHCയിലെ ഡോക്ടറെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ അങ്ങനെയുള്ള രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് ബാക്കി ആൾക്കാരുമായിട്ട് ഇടപഴകാത്ത രീതിയിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒബ്സർവേഷനിൽ നിൽക്കുകയും അതിനുശേഷം ഇവരെ ഈ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഓൾറെഡി കോണ്ടാക്ട് ഉണ്ടായ ആൾക്കാർ, ഇപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ രോഗിനെ പരിശോധിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് അണുബാധ വന്നു കഴിഞ്ഞാൽ ആ വൈറസിന്റെ അളവ് പെരുകി ഒരു ലെവലിലെത്തുമ്പോൾ വൈറീമിക് ഫേസ് എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ മാത്രമേ രോഗലക്ഷണങ്ങൾ കാണിക്കുള്ളൂ. അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളോടെ എത്തുന്ന ഒരു രോഗിയെ പരിശോധിച്ചത് നിപ്പയാണോ എന്ന് സ്ഥിരീകരിക്കാവുന്ന സംവിധാനം കേരളത്തിലായോ? കേരളത്തിൽ ഇപ്പോൾ ആവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം മുമ്പേ ഇത് മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്
പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ദിവസം 3 പ്രാവശ്യം കേരളത്തിൽ നിന്നുള്ള ഇതേമാതിരി സാമ്പിളുകൾ ഈ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും മുഖേന അല്ലെങ്കിൽ അതത് DMO മുഖേന മണിപ്പാലിലേക്ക് അയക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു രോഗീനെ സംശയിച്ച് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വൈകിട്ടത്തേക്ക് റിസൾട്ട് ആവാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ടാന്നല്ല പറഞ്ഞത്. തീർച്ചയായും നമുക്ക് സ്വന്തമായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സംവിധാനങ്ങളും ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ അതല്ല ചർച്ച ചെയ്യേണ്ടത്. ഇന്നലെ തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ചെല്ലുമ്പോൾ ബസ് ഇറങ്ങുന്നിടത്തൊരു മീൻ മാർക്കറ്റ് ഉണ്ട്. എവിടെയാണ്? ചേവായൂര്. ഞാൻ യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷനിൽ. അപ്പം അവിടെ കൂടി നിന്ന ആൾക്കാരിൽ ഒരാൾ പറഞ്ഞു വരുന്ന നേഴ്സാണ്. ഇന്ന് മത്സ്യം വാങ്ങുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സ്ഥിരം മത്സ്യം വാങ്ങുന്ന മാർക്കറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങുന്നില്ല. അപ്പോൾ ചോദിച്ചു സിസ്റ്റർ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോയിട്ട് കുളിച്ചിട്ടാണോ വീട്ടിൽ കയറുക? അപ്പം ഞാൻ അതിന് അവിടെ നിന്ന് 2 മിനിറ്റ് നിന്നിട്ട് അവിടെ നിന്ന ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ പൊതുജനങ്ങൾക്ക് നേഴ്സുമാരെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. രണ്ടാമത് ഇന്ന് ഞാൻ OT സ്റ്റാഫാണ്, OTയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. OTയിൽ ഒരു കുട്ടിക്ക് പനിയാണ്. അപ്പം ഞാൻ നമ്മളെ നഴ്സിംഗ് അസോസിയേഷനിലെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് അടക്കം ഞങ്ങൾ 7 പേര് ലിനീൻ്റെ വീട്ടിൽ പോയ ആൾക്കാരാണ്. ഞങ്ങളവിടെ പോയി തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഡ്യൂട്ടി കയറി. അപ്പോൾ എൻ്റെ OTയിലുള്ള പിള്ളേർക്ക് വരെ ഡൗട്ടാണ്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിലും പലർക്കും ഭീതിയുണ്ട്. ഇപ്പോഴും ഈ വാർഡിൽ ഡ്യൂട്ടിയിലുള്ള ആളുകൾ അടക്കമുള്ളവരുണ്ടല്ലോ, നിങ്ങളൊക്കെ ആണല്ലോ അല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നമുണ്ടോ? ഈ പേടി, ഭയം, അത് പ്രശ്നമുണ്ടോ? പേടിയില്ല. ഞങ്ങൾ രോഗികളുടെ രക്ഷ അതാണ് ആഗ്രഹിക്കുന്നത്. ഒരാളെങ്കിലും ചികിത്സിച്ച് രക്ഷപ്പെട്ടാൽ നമുക്കതൊരു സംതൃപ്തിയാണ്. ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ റിബോവറിൻ കൊടുക്കുന്നുണ്ട് പേഷ്യൻസിനൊക്കെ. അപ്പോൾ അവർക്ക് ഡെയിലി ബ്ലഡ് ടെസ്റ്റ് നോക്കുന്നുണ്ട്, വൈറൽ ലോഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് വളരെ എന്താ പറയുക, പ്യുവർ മെഡിക്കൽ ഇതാണ്. അത് നമ്മൾ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ നമ്മൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന വിദഗ്ധ സംഘമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിനിലെ വിഭാഗത്തിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗത്തിലെ പ്രൊഫസർമാരടക്കമുള്ള വിദഗ്ധ സംഘമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ബാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു പ്രോപ്പറായ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം റെഡിയാണ്. അപ്പോൾ എന്ത് മരുന്ന് കൊടുക്കണം, എങ്ങനെ ചികിത്സിക്കണം, കുറെ കൂടി ലളിതമായിട്ട് ഞാൻ ഇതിലേക്ക് വന്നാൽ, കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ തന്നെ അവതാരകൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് 2000 ഗുളിക എത്തിയില്ല, അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് വന്ന ഗുളിക എന്താണ് അങ്ങ് കൊടുത്തു തുടങ്ങിയാൽ എന്നുള്ള സംശയമാണ്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇത് നമുക്ക് ഒരു പൊതുജന മധ്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമല്ല ഒരു രോഗത്തിന്റെ ചികിത്സ. ഈ മരുന്നിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അത് അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ബോഡി ഡിസ്കസ് ചെയ്ത് അവരൊരു തീരുമാനം ഉണ്ടാക്കിയത് അനുസരിച്ച് അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അത് അവരതിൻ്റെ ബാക്കി പുറത്തേക്കും പറയുന്നതനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കും. അതല്ല നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ റിബാവറിൻ കൊടുക്കണ്ടോ എന്നല്ല ഡിസ്കഷൻ. ഈ അസുഖം നമുക്ക് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നത് എങ്ങനെ തടയാം, അതിനെ ജനങ്ങളെ എങ്ങനെ ബോധവൽക്കരിക്കാം, ജനങ്ങൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉപദേശങ്ങൾ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ സഹകരിക്കണം, അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ മലേഷ്യയിലൊക്കെ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായ പഠനങ്ങൾ അത് ഏത് തലം വരെ പുരോഗമിച്ചിട്ടുണ്ട്? ഇപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുമല്ലോ, എന്താണ് മനസ്സിലാക്കുന്നത്? ഈ അസുഖത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ അതാണ്. നമുക്ക് ഈ രോഗം ഉണ്ടായിരിക്കുന്നത് ആദ്യം മലേഷ്യയിൽ വരുന്നു, പിന്നെ മലേഷ്യയിൽ നിന്ന് അവിടുന്ന് പന്നികളെ സിംഗപ്പൂരിലേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സിംഗപ്പൂരിൽ വരുന്നു, പിന്നെ ബംഗ്ലാദേശിൽ വരുന്നു, വെസ്റ്റ് ബംഗാളിൽ സിലിഗുനി എന്ന സ്ഥലത്ത് വരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ ചുരുങ്ങിയ രോഗികൾക്ക് വന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഔട്ട് ബ്രേക്ക് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും വേറെ ഒരു പ്രശ്നം പറ്റിയത് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ രോഗനിർണയം നടന്നത് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളിലൊന്നും നടന്നിട്ടില്ല. അല്ല, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ രോഗം നമ്മൾ വിചാരിക്കുന്ന അത്രയും ഭയക്കേണ്ട ഒന്നാണോ എന്ന സംശയമുണ്ട്. മലേഷ്യയിലെ ഒരു 265 ആൾക്കാർക്ക് സസ്പെക്ട്സ് ആയിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ 105ഓളം പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു 40 to 50%, 40 മുതൽ 50% മരണം സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇപ്പം തൽക്കാലം ഒരു ചികിത്സയില്ല, പ്രിവെൻറ്റീവ് ആയിട്ട് മരുന്നുകളും ഒന്നുമില്ല, വാക്സിനേഷൻസ് ഒന്നുമില്ല.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രോഗത്തെയും ഈ രോഗാണുവിനെയും ഇത്രയധികം ഭയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ രോഗനിർണയം നടത്തിയതോ അല്ലെങ്കിൽ കൺഫേം ചെയ്തതോ ആയ ആൾക്കാർ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ICUയിലോ ഹോസ്പിറ്റലിലോ വന്ന ആൾക്കാരെ മാത്രമാണ്. അപ്പോൾ അതല്ലാതെ ഈ മൈൽഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള എത്രയോ ആൾക്കാരെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ പറയുന്ന മാതിരിയുള്ള മരണസംഖ്യ ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുമെന്ന് ഭയപ്പെടേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല. ചർച്ചയിലേക്ക് വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇപ്പോൾ കോട്ടയത്തു നിന്നൊക്കെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പനിയായി അഡ്മിറ്റ് ചെയ്ത ആളുകളെല്ലാം നിപ വൈറസ് സംശയിക്കുന്ന ആളുകളായിരുന്നു, അങ്ങനെയാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ്. ഈ പട്ടികയിൽ ഈ പേരുകളെല്ലാം പെട്ടിരുന്നു. പക്ഷേ അവർക്കതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളത്ത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എത്രയും ഭീതിതമല്ല അവസ്ഥ എന്നുണ്ടോ? ഇത് വളരെ പേടിക്കേണ്ട രോഗം തന്നെ ആണെന്നുള്ളതിൻ്റെ തെളിവ്, ഒരിക്കൽ രോഗം വന്ന് കഴിഞ്ഞാൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. കാരണം ഈ ഏറ്റവും അധികം മരണം ഉണ്ടെന്ന് പറയുന്ന രോഗങ്ങൾക്ക് പോലും അത് 1%, 2% ഒക്കെയാണ് സാധാരണഗതിയിൽ. സാഴ്സ് വന്നപ്പോഴാണ് അതിനേതാണ്ട് 10% രോഗികൾ മരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വല്ലാതെ പേടിച്ചു. ഇബോളയ്ക്കും നീപ്പ വൈറസിനും ഒക്കെ ശരിക്കും അതിനേക്കാളൊക്കെ അധികമാണ്, 50% അതിന് മുകളിലുമാണ് മരണനിരക്ക്. അപ്പോൾ പക്ഷെ ഭാഗ്യവശാൽ ഇത് സമൂഹത്തിൽ വെറുതെ അങ്ങ് കടന്ന് പടരുന്ന ഫ്ലൂ ഒക്കെ മാതിരി അങ്ങനെ പടരുന്ന സൂക്കടല്ല. ഇത് നേരത്തെ പലതവണ നമ്മൾ വിശദീകരിച്ച പോലെ രോഗം വന്ന ആളുടെ സ്രവങ്ങളിൽ വളരെ അടുത്ത് മാത്രം പടരുന്നത് കൊണ്ട് അത് സ്വാഭാവികമായിട്ട് അത് 3, 4 തലമുറയായിട്ടുള്ള ആൾക്കാരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടടങ്ങും. അങ്ങനെയാണ് മലേഷ്യയിൽ അത് മാത്രമല്ല, മലേഷ്യയിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടി അവർ ചെയ്തത് 10 ലക്ഷം പന്നികളെ കൊന്നൊടുക്കി എന്നുള്ളതാണ്. 10 ലക്ഷം. നമ്മളിവിടെ കുട്ടനാട്ടിൽ താറാവിനെ കൊന്നത്. അപ്പൊ ഈ വവ്വാലിനെ കൊല്ലുന്ന പോലെ അല്ല, പന്നി എന്താ വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്, അതിങ്ങനെ പടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് വേണ്ടി വന്നു. ഓസ്ട്രേലിയയിൽ ഇതിന് സമാനമായൊരു വൈറസ് ഉണ്ട്, ഹെൻഡ്ര വൈറസ്. അതിന് കുതിരകളിലാണ് അത് വന്നിരുന്നത്. അപ്പം അങ്ങനെയുള്ളതിൽ ഇന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഒരു മൃഗം അതില്ല. അല്ല, ഇവിടെ അതൊരു വിധത്തിൽ നല്ല കാര്യം. അവിടുത്തെ ആദ്യ റിപ്പോർട്ടുകളിലൊക്കെ ഒരു മുയൽ അവിടെ ഈ കുട്ടിൽ ചത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഈ നിലയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാധ്യത. അഥവാ ആദ്യത്തെ ആ ഇൻഫെക്ഷൻ കിട്ടിയത് മുയൽ വഴി ആണെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് മുയലുകളിൽ വ്യാപകമായി വന്ന് മനുഷ്യരിലേക്ക് വരുന്നില്ല, പന്നികളിൽ വന്ന മനുഷ്യരിലേക്ക്. അത് നല്ല കാര്യമാണ്. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത്. പല സ്ഥലത്തും പല സാഹചര്യങ്ങളിലാണ് ഈ രോഗം വരുന്നത്. പിന്നെ ഈ ഗവേഷണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. അത് വൈറസിനെ പറ്റി, വൈറസ് എങ്ങനെ രോഗം ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ. അത് ഒരു മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം അത്രയധികം രോഗികളൊന്നും ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മരുന്നുകളുടെ ഇഫക്റ്റീവ്നെസ്സിന്റെ പ്രശ്നം അവിടെയാണ് വരുന്നത്. പക്ഷേ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് വേറെ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നുമില്ല. അതിപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കരുത്. കാരണം അത് റിബാവിറിനായാലും ശരി, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന മരുന്നായാലും ഒന്നും തന്നെ അങ്ങനെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് ഇന്നില്ല. റാബിറ്റിൽ മുയലിൽ കണ്ടു എന്ന് പറഞ്ഞു. മുയൽ എന്നായിരിക്കാം ഒരു പക്ഷേ പകർന്നതെന്നൊരു സൂചന ഉണ്ടെങ്കിൽ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ചെറിയ മൃഗങ്ങളിൽ, നായ, പൂച്ച, ഇതിലുമൊക്കെ ഈ രോഗാണു ഉണ്ട്. പക്ഷേ അവർക്ക് ചെറിയ തോതിൽ രോഗം വരും. അങ്ങനെ മറ്റുള്ള സ്ഥലത്തൊക്കെയുള്ള സ്റ്റഡീസിൽ നമുക്ക് കാണാം അവർക്ക് ആൻറ്റിബോഡീസും ഈ ചെറിയ മൃഗങ്ങളിലുണ്ട്. അപ്പം ഈ മൃഗങ്ങളിൽ ഈ രോഗാണു ഉണ്ട്. പക്ഷേ അത് അങ്ങനെ അത്ര അധികം വേഗത്തിൽ അവർക്ക് അസുഖവും മനുഷ്യരിൽ വരുന്ന അത്രയും ഭയാനകമായിട്ട് വരുന്നില്ല. ഇതിപ്പോൾ ഈ വേറൊരു പ്രശ്നം, ഇപ്പോൾ നമ്മളെല്ലാ പനിക്കാലത്തും ഒക്കെ, ഇതിപ്പം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നു. അപ്പോൾ ഈ പനിക്കാലത്തൊക്കെ വരുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയാറ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി കൊണ്ട്, പിന്നെ ഇപ്പോഴത്തെ ഈ മാലിന്യത്തിൻ്റെ പ്രശ്നം കൊണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ. പതിവായി ഈ പറഞ്ഞ പുതിയ പനികളുടെ എല്ലാം കാരണം മലിനീകരണം അടക്കമുള്ള പ്രശ്നങ്ങളാണെന്ന്. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രശ്നമുള്ള പനിയാണോ ഇത്? അല്ല, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രശ്നമുള്ളതല്ല. ഇത് കൂടുതലും പന്നികളുടെ സ്രവങ്ങളിൽ നിന്നും
പന്നി മാംസം കൈകാര്യം ചെയ്യുന്നവരിലും ഒക്കെയാണ് കൂടുതലും ആദ്യം കണ്ടിട്ടുള്ളത്. പിന്നെ അത് മനുഷ്യരിലേക്ക് പകർന്നു. പിന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പരിസര ശുചീകരണം അടക്കമുള്ള വിഷയങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും നമ്മൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് എന്ന മട്ടിൽ ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. അതിനകത്ത് ഈ മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് അത് അവതരിപ്പിക്കുന്നത് ഏത് രോഗവും നമ്മൾ പകരാതിരിക്കാൻ വേണ്ടി പരിസര ശുചീകരണവും അതേമാതിരി വ്യക്തി എന്താ പറയുക ശുദ്ധിയായിരിക്കുന്നതും അതൊക്കെ എല്ലാത്തിൻ്റെ നോർമലായ അത് ആവശ്യമാണ്. ഇത് ഈ നിപ്പ വൈറസ് വരാതിരിക്കട്ടെ, അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ വേറെ ആൾക്കാർ ഇതേമാതിരി ഇപ്പോൾ ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സിനെ അനുവദിക്കാതിരിക്കുക, അതൊക്കെ നമ്മൾ മുമ്പേ വിസിറ്റേഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതേമാതിരി നമ്മൾ കൈ ശുചിയായിട്ട് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്ത രോഗികളെ പോയി തൊടാതിരിക്കുക. ഇതൊക്കെ നമ്മൾ കൃത്യമായി മുമ്പേ എല്ലാവരും എല്ലാ സ്ഥലത്തും പാലിക്കേണ്ട കാര്യങ്ങളാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാഹുല്യം കൂടെ വരുന്ന ആൾക്കാരാ. ഒരു രോഗി കിടക്കുകയാണ് വെച്ചാൽ 15 ആൾക്കാർ അതിന്റെ കൂടെ വൈകുന്നേരം കാണാൻ വരും. 15 ആൾക്കാരും ധാരാളം. അത് 15 ആൾക്കാർ വരും. നമ്മൾ ഒരാളെന്ന് പറഞ്ഞാൽ തന്നെ അവർ പല ഭാഗത്തുനിന്ന് പാസ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ 10-15 ആൾക്കാർ വരും. അതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലത്ത് അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ റെഫറൽ സംവിധാനം ഈ നിമിഷത്തിൽ പറയുകയെന്നല്ല, നമ്മൾ ഈ റെഫറൽ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കേണ്ടതിൻ്റെ ഏറ്റവും ആവശ്യകതയായ സമയമാണിത്. മെഡിക്കൽ കോളേജ് രോഗി ചികിത്സ, ഗവേഷണം, പഠനം എന്നുള്ള എന്താ പറയുക ഒരു കോൺസെപ്റ്റ് വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണം. ഇത് നല്ലൊരു സന്ദർഭമാണ്. ടിക്കറ്റ് വെച്ചുകൊണ്ട് രോഗികളെ കാണുന്ന സമ്പ്രദായം നിർത്താൻ വേണ്ടിയുള്ളത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വാട്സപ്പും ഇതുമൊക്കെ വഴി നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ തന്നെ രോഗികളെയും ഒക്കെ കാണാം. അതുകൊണ്ട് ഈ ഒരു കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷമാണ്. ചെറിയ ഗുണമൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു രോഗികൾക്ക് സംതൃപ്തിയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ ഇത്രയും പേര് വന്ന് കണ്ടു എന്നുള്ളത്. പക്ഷെ ചിലർക്ക് ഭീതി ഉണ്ടാവും, അതിനേക്കാൾ ക്രോസ് ഇൻഫെക്ഷനും ഒക്കെ ഒരുപാട് സാധ്യതകൾ ഉള്ളത് കൊണ്ട് ഇത് നിർത്താനുള്ള ഒരു തീരുമാനം ഈ ഒരു എപ്പിഡമിക്കോടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് നമുക്ക് സമൂഹം ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇവരെല്ലാവരും വ്യക്തമാക്കി കഴിഞ്ഞു ഈ അസുഖത്തും വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പറയും അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ അത് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരം നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാർ ആശുപത്രികളിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്താണ്? നിപ്പ വൈറസ് രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു കണ്ടെത്തലാണ്. നമുക്ക് ഈ ലിനി എന്ന് പറയുന്ന കുട്ടിക്ക് പേരാമ്പ്ര ആശുപത്രിയിൽ സാലിക്ക് ആണ് ചികിത്സയ്ക്ക് വന്നത്. ആ കുട്ടി ഗുരുതരമായ പനി ബാധിച്ചു വരുമ്പോൾ ഈ ലിനി ആയിരുന്നു അവരെ പരിചരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാസ്കും ഗ്ലൗസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഐസൊലേഷൻ വാർഡ് കിടക്കുമ്പോൾ. അന്ന് നമുക്ക് ഇത്രയും ഗൗരവമായ പനിയെക്കുറിച്ച് അറിയില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നമുക്കിപ്പോൾ H1N1 വന്നു. അന്ന് നമ്മൾ ഇതിനെ എങ്ങനെയാണ് മറികടന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷം ആശുപത്രികളിൽ എത്തുന്ന രോഗികളെ ചികിത്സിക്കാൻ നഴ്സുമാർ യൂണിവേഴ്സൽ. പക്ഷേ ഒരു പ്രശ്നം ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്, ഇത് ഇവിടെ കേരളത്തിലെ സാഹചര്യത്തിൽ സകലമാന പനിയുമുണ്ട്. H1N1 ഉണ്ട്, തക്കാളി പനിയുണ്ട്, എലിപ്പനിയുണ്ട്, സകല പനിയുമുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതൽ അതാണ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ യൂണിവേഴ്സൽ പ്രിക്കോഷൻ എടുക്കണം നഴ്സുമാർ എന്നുള്ളതാണ് പൊതുവെ. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയിൽ മാസ്കും ഗ്ലൗസും എല്ലാം ധരിച്ച് വാർഡുകളിൽ മെഡിക്കൽ വാർഡുകളിൽ ഒന്നും മാസ്കും ഗ്ലൗസും ധരിക്കാതെ നിൽക്കുന്നില്ല. ഏത് രോഗിയെ നോക്കുമ്പോഴും ഈ രോഗിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിപ്പോൾ രോഗികളെ പരിചരിക്കുന്നത്. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ചോദിക്കുന്നത് താലൂക്ക് ആശുപത്രികളിലും മറ്റ് ആശുപത്രികളിലൂടെ ഇത്തരം ഗൗരവമായ അസുഖങ്ങളെ നേരിടുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊന്നും പലപ്പോഴും ഇപ്പോൾ ഒരു സാധാരണ താലൂക്ക് ആശുപത്രിയിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ പനിയെ പറ്റിയുള്ള ബോധമില്ലാതെ ഇത് വരുന്ന വരെയുള്ള സമയത്ത് അങ്ങനെയൊന്നും അല്ല നോക്കേണ്ടി വരിക എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് മെഡിക്കൽ കോളേജിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ ഇപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ 5, 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇരട്ടി രോഗികളാണ് വരുന്നത്. അപ്പോൾ അത്തരം സംവിധാനത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ വലിയ ആശുപത്രികളിലും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഉണ്ട്. ഏത് രോഗം വരുന്നതിലും രോഗാണുക്കൾ അങ്ങോട്ട് ആശുപത്രിയിൽ ഉള്ള രോഗികൾക്കിടയിലും ആശുപത്രിയിലുള്ള സ്റ്റാഫിൻ്റെ ഇടയിലും പകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉണ്ട്. അത് പേരാമ്പ്ര പോലെയുള്ള ചെറിയ ഹോസ്പിറ്റലിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടാവുകയില്ല. തീർച്ചയായും ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേഖലയിൽ
ഇതുപോലെ തന്നെ ഇതേപോലത്തെ രോഗികൾ വരുമ്പോൾ അവിടെ കാഷ്വാലിറ്റിയിലും ബാക്കി എല്ലായിടത്തും ഇപ്പോൾ സാർ പറഞ്ഞ പോലത്തുള്ള ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, N95 മാസ്കുകൾ, ഇതൊന്നും ഒരു രീതിയിലും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് ഇത് തീരെ കുറവുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയ്ക്ക് സർക്കാർ കാര്യമായിട്ട് തന്നെ ഇടപെടണം. പഠിക്കാൻ വേണ്ടി കോഴിക്കോട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ശരിക്കും ഈ നാട്ടിൽ പോകണമെങ്കിൽ ഓട്ടോ വിളിച്ച് വരാനാണ് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. കാരണം വീട്ടുകാർക്ക് ന്യൂസ് കേൾക്കപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരിക്കാം. ഈ ഒരു സദസ്സിൽ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് വരെ എനിക്ക് ആ വഴിയെ പോകണ്ടെന്ന് തന്നെ പേടിയാണ്. കാരണം മനുഷ്യന്മാരാകുമ്പോൾ പേടി വരും, സ്വാഭാവികം, പെട്ടെന്ന് ടെൻഷൻ വരും. പക്ഷെ ഇങ്ങനെ ഒരു സദസ്സിൽ ഞാൻ ഇരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇപ്പൊ എന്റെ ഒരു ഭയം പോയി. അതാണ്, ഇവരൊക്കെ ആ വാതിൽ തന്നെ പണിയെടുക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഭയം പോയി. ആ പേടിയില്ലല്ലോ ഇപ്പൊ ആ പേടി പോയില്ലേ? പോയി, ശരിക്കും പോയി. അത് ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. പൊതുജനത്തിനുള്ള സന്ദേശം, ഞങ്ങളെ ജീവിതമാണ് പൊതുജനത്തിനുള്ള സന്ദേശമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ നഴ്സുമാരും അല്ലെങ്കിൽ ഈ രോഗികളെ പരിചരിച്ച ഈ ഹോസ്പിറ്റലുകളിലെ ജീവനക്കാരെ ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നാളെ അവർക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാലും ഈ മേഖലയിലുള്ള ആൾക്കാർ തന്നെ പരിശോധിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അവർ ആ രോഗമായിട്ട് അന്ന് വരുമ്പം ഈ ആരോഗ്യ മേഖലയിലുള്ള നമ്മൾ ഓടി ഒളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരും ഉണ്ടാവില്ല. ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. പക്ഷെ ഇതിനകത്ത് സർക്കാർ ഒരു പരിധിക്കപ്പുറത്ത് ഭീതി പരത്തിയോ? കാരണം ഇപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലൊക്കെ അവസാനം ഈ വടക്കൻ ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്നത് സൂക്ഷിച്ചോ എന്നൊക്കെ എഴുതിയത് കണ്ടപ്പോൾ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഞാൻ ഈ ഫസ്റ്റ് അസുഖം നമ്മൾ റിപ്പോർട്ട് ചെയ്ത മുതൽ ഈ എല്ലാ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ഈ ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും ഈ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായ, വളരെ എഫക്റ്റീവായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ കഴിയും? സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്യുബേഷൻ പീരീഡ്. ഇതിൻ്റെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ രോഗലക്ഷണം വരാനുള്ള സമയത്തിനാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുക. അപ്പോൾ ഇത് 6 മുതൽ 20-21 ദിവസം വരെയാണ്. അപ്പോൾ ആ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ ഡബിൾ, അതായത് ഏകദേശം 40 ദിവസം വരെ ഈ രോഗിയായിട്ട് ഇടപെട്ട ആൾക്കാർ, ഇപ്പം ഗവൺമെൻറ് ഈ ആരോഗ്യ വകുപ്പ് ഇത്രയും കാലത്ത് രോഗം നമ്മൾ കൺഫേം ചെയ്ത ആൾക്കാർ മുഴുവനായിട്ടുള്ള കോൺടാക്ട് ലിസ്റ്റുകൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ആ കോൺടാക്റ്റിലുള്ള ആൾക്കാർക്ക് ആർക്കും നമ്മൾ അവസാനം ഈ മരിക്കുന്ന രോഗി അല്ലെങ്കിൽ അവസാനം കൺഫേം ചെയ്ത രോഗിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് 40 ദിവസത്തേക്ക് അസുഖം വരുന്നില്ലെങ്കിൽ ഈ അസുഖം കംപ്ലീറ്റ് നമുക്ക് കൺട്രോൾ ആക്കി എന്ന് പറയാം. തീർച്ചയായും നമുക്ക് കുറച്ചൊക്കെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുവരെ കണ്ടെത്തിയ എല്ലാ രോഗികളും തന്നെ രോഗം വന്ന വേറൊരാളിൽ നിന്ന് കിട്ടിയവരാണ്. അഥവാ രോഗം വരാതെയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യതയോടെ നമുക്ക് രോഗം വന്ന എല്ലാവരും ഇത് മാപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വേറെയും പലരിലും എങ്ങനെയാ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള മട്ടിൽ കുറെ പേരുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ വേഗം ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കോണ്ടാക്റ്റുകളെ മുഴുവൻ തന്നെ നമ്മൾ കണ്ടെത്തി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അത് കുറെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അവര് ചെയ്യുന്ന ഒരു കാര്യം, കൃത്യമായി ഒരു രോഗി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കോണ്ടാക്റ്റുകളും കണ്ടെത്തുക, അവരോട് പറയുക, കൃത്യമായി പറയുക, നിങ്ങൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യണം എന്നുള്ള. ഇങ്ങനെ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു മാസത്തിനകമെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സാധ്യതയാണ് ഈ തട്ടിപ്പ് വൈദ്യന്മാര് ആനുകൂല്യമായിട്ട് ഇത് ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്ന പോലും നാണക്കേടാണ്. കേരളത്തിൽ തന്നെ നാണക്കേടാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ പോലും, ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു അവസരത്തിൽ പോലും ഇങ്ങനെയുള്ള നുണക്കഥകളും ഒക്കെ ആയിട്ട് വരിക എന്നുള്ള. കാരണം ഈ ഗുരുതരമായിട്ടുള്ള ഈ രോഗത്തിനാകെ നമുക്ക് മുമ്പിലുള്ള ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ സയൻസ് മാത്രമാണ്. കാരണം ഈ സയൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു രോഗാണുവിനെ കണ്ടെത്താനും അത് എങ്ങനെയാണ് അത് പകരുന്നതെന്ന് കണ്ടെത്താനും ഇതിനുള്ള വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനമേ ഇല്ല, രോഗാണു എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഈ രോഗമില്ല, ഡെങ്കിപ്പനിയില്ല, നീപ്പാപ്പനിയില്ല, ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ വെറും കുറേ ഡോക്ടർമാരൊക്കെ ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ്. ഇങ്ങനെയെല്ലാം രീതിയിൽ പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാരെ അവർ നിർബാധം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് മുഴുവൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടെ പ്രചരിപ്പിക്കാൻ സത്യത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു വശത്ത് നമുക്ക് കേരള സമൂഹത്തെ പറ്റി ഞാൻ അഭിമാനിക്കുന്നു, കാരണം നമുക്ക് ഇത്രയൊക്കെ ഇത് നിയന്ത്രിക്കാൻ പറ്റി എന്നുള്ളത്. മറുവശത്ത് നമ്മൾ ഇങ്ങനെയും കൂടെ ആണോ എന്ന് ഇടയ്ക്ക് തോന്നിപ്പോകും.
കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പ്രത്യേകിച്ചും അതിനാണ് ഇപ്പം പ്രാധാന്യം കൊടുത്തിട്ട് ജോലി ചെയ്യുന്ന ഒരു ടീമിൻ്റെ നഴ്സാണ്. അതിൻ്റെ ഞങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഇവിടെയുണ്ട്. മാഡം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമാണ്. ഇപ്പോൾ ഈ ഒരു ആഴ്ചയായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഈവൻ സൂപ്രണ്ട് പ്രിൻസിപ്പാൾ വരെ ഹെഡ് സിസ്റ്റർ ഉഷ സിസ്റ്റർ പറഞ്ഞ പോലെ ആൾക്കാർ വരെ ഈ അവേഴ്സ് നോക്കിയിട്ടല്ല ഡ്യൂട്ടി എടുക്കുന്നത്. രാവിലെ 7:30 വന്നു കഴിഞ്ഞാൽ 7 മണി വൈകുന്നേരം 8 മണിക്കൊക്കെയാണ് ഞങ്ങൾ ഈവൻ ലേഡീസായി ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇവിടെ ജനങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് പറയുകയാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് വേണം. അതാണ്. അപ്പം ഞാൻ ലിനിയുടെ വീട്ടിൽ പോയ ഒരു അംഗം കൂടിയാണ് ഞാൻ. ഇപ്പം ഈ ഐസൊലേഷൻ വാർഡ്, മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡ്, കാഷ്വാലിറ്റി, ഫീവർ വാർഡൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ മാഡംസിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളിപ്പോൾ അവരെ ഈ PPE എന്ന് പറഞ്ഞ പേഴ്സണൽ പ്രൊട്ടക്ട് എക്യുപ്മെൻറ്റ്സിൻ്റെ ഡോഫിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിൽ മാഡം നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് വന്ന് സ്പെഷ്യൽ ക്ലാസ് കിട്ടി. അപ്പോൾ ഞങ്ങളതവിടെ ഈ ഡ്യൂട്ടി എടുക്കുന്ന നഴ്സുമാർക്ക് വന്നിട്ട് ഈ ക്ലാസ് കേൾക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും പറ്റത്തില്ല, 1-2 ആൾക്കേ പറ്റത്തുള്ളൂ. ഇപ്പം ജനങ്ങളും കൂടെ കേൾക്കുമ്പോൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ 4 സിസ്റ്റർമാർ വരെ ഉണ്ട്. അപ്പോൾ ആ ഡെത്ത് സംഭവിച്ച 3 അവിടെ ഡെത്ത് സംഭവിച്ചതാണ്. ഇപ്പം ഞങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻറ്റും അവിടെയുണ്ട്. അപ്പോൾ അവരെയും ചികിത്സിക്കുന്ന നഴ്സുമാർ. അപ്പം ഞങ്ങൾ തന്നെയാണ് ജനങ്ങളെ പ്രത്യേകിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഉദാത്തമായ മാതൃക. അപ്പം എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് 3 ആഴ്ച ലീവ് എടുത്തുകൂടെ അമ്മേന്ന്. കാരണം ഈ വാട്സപ്പ് ഇതൊക്കെ കേട്ടിട്ടാണ്. പക്ഷെ നമുക്കത് ഞാൻ എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമം. ലിനി എന്നത് അമ്മയാണെന്ന് സങ്കല്പിച്ച് നോക്കാം, മോക്ക് എപ്പോഴെങ്കിലും കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഞങ്ങൾ ലിനി എന്നതിൻ്റെ അതേ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ അത് തന്നെയാണ് നമ്മൾ ആ കാര്യത്തിലൊക്കെ കുറച്ച് ഈ ജനം അത് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ എല്ലാവരെയും തന്നെ. പിന്നെ ഒറ്റ കാര്യം കൂടെ വെച്ചാൽ മാഡം പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ്. ഇപ്പം നേരത്തെ ഈ സിസ്റ്റർ പറഞ്ഞ പോലെ അവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ സ്ഥിതിനെ കുറിച്ച് മുമ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് വരുന്നത്. പക്ഷേ പണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് അത്രത്തോളം ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു 10 വർഷമായിട്ട് നമ്മൾ തുടങ്ങി. ഈ ഒരു 5 വർഷമായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ടീം ഉണ്ടാക്കി. ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ 100 പേരൊന്നും അതിലില്ല. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 100 പേഷ്യൻ്റ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വേണമെന്നാണ്. അങ്ങനെ ഞങ്ങൾക്കാകെ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് മെഡിക്കൽ കോളേജിൽ ഉള്ളത് ഒരാളാണ് എന്ന് വെച്ചിട്ട് അത് പ്രൊഫഷണൽ ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടൊരു പ്രത്യേകിച്ച് സാലറി കിട്ടുന്ന ആളുമല്ല. അത് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡും കഴിവും അനുസരിച്ച് സെലക്ട് ചെയ്യപ്പെട്ട ഒരൊറ്റ നേഴ്സാണ് ഈ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് അവിടെയുള്ളത്. അതിന് മുമ്പ് ഇത് തുടങ്ങിയ നേഴ്സുമാരുണ്ടായിരുന്നു, പിന്നെ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടാണ്. അപ്പം ഞങ്ങൾ കുറച്ചൊരു ടീം എന്ന് പറയുമ്പോൾ ഒരു 4-5 ടീംസും പിന്നെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റും മെയിനായിട്ട് പിന്നെ മെഡിസിൻ വിഭാഗമായിട്ട് സഹകരിച്ച് ചെയ്യുകയാണ്. ഇതൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. എല്ലാവരും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സാലറി അല്ലെ റിസ്ക് അലവൻസ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഈ നഴ്സുമാർ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് പ്രിക്കഷൻ മാഡം നേരത്തെ സൂചിപ്പിച്ചു. സ്റ്റാൻഡേർഡ് ഏതൊരു ഇപ്പോൾ നിപ വൈറസ് വന്നെന്ന് പറയുന്നത് ഏത് വൈറസ് എപ്പം വേണമെങ്കിലും വരാം. ഏത് രോഗി വരുമ്പോഴും നമുക്ക് പ്രിക്കഷൻ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റാൻഡേർഡ് പ്രിക്കഷൻ്റെ ഭാഗമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് ഉണ്ട്. ഹാൻഡ് വാഷിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് എത്ര പറഞ്ഞു കൊടുത്താലും ചെയ്യാന്നുള്ളത് നമ്മളെ നഴ്സുമാർ തന്നെ ഒരു ആറ്റിറ്റ്യൂഡും വരേണ്ടത്. പക്ഷേ ജനങ്ങൾക്കും അത് മനസ്സിലാവേണ്ടതുണ്ട്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേശവാജിൽ 4 വർഷം ഡ്യൂട്ടി എടുത്ത ആളാണ്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അവിടെ പോകുന്ന ആളാണ്. അപ്പം നമുക്ക് മെഡിക്കൽ കോളേജ് സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും 40 സെക്കൻഡ് ശരിക്കും ഞാൻ ഹാൻഡ് വാഷ് ചെയ്യണം. വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് അവിടെ വന്നാൽ അവിടെ നിൽക്കട്ടെ, ഞാൻ വാഷ് ചെയ്ത് തീർന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കിടന്ന് ഓടും. ആ ടൈമിൽ ഇൻറ്റുബേഷൻ പെട്ടെന്നൊരു ഡോക്ടർ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഗ്ലൗ ഇടണം എന്നുള്ള എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് സാർ. പക്ഷേ ചിലപ്പോൾ എനിക്കത് പറ്റിയില്ല എന്ന് വരും. ഒരു എമർജൻസി സിറ്റുവേഷൻ ചിലപ്പം പറ്റിയില്ല. അത് ഞങ്ങളുടെ ഒരു ഗതികേടൊന്നും എന്തോ തീർച്ചയായും അതെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ പൂർണ്ണമായും നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയും പിന്നെ ഈ ആശങ്ക അകറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അവിടെ അതും കൂടെ തീർച്ചയായും പരിഹരിക്കണം എന്നുള്ളതാണ്. അവിടെ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. അപ്പോൾ അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്. അവർ മാത്രമല്ല, അതിൽ താഴെ കടയിലുള്ള ജീവനക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് എനിക്ക് കൂടുതൽ ആശങ്ക. കാരണം വേസ്റ്റ് റിമൂവൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് എത്ര കണ്ട് അവർക്ക് ഫലവത്താവും എന്നുള്ളതിനെ കുറിച്ചൊന്നും പക്ഷെ വർക്ക് ലോഡ് അതിനൊക്കെ മുകളിലാണ് വർക്ക് ലോഡ് ഇതൊന്നും പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ആ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് 99% ആൾക്കാർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈമറി അവയർനെസ്, ഹൗ ടു ടേക്ക് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്നുള്ളൊരു ട്രെയിനിങ് എല്ലാ കാറ്റഗറി ആൾക്കാർക്കും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് പറയുകയാണ്, സർക്കാർ ഒരു ഔട്ട് ബ്രേക്ക് വന്നിട്ട് വേണോ
ഒരു ഇത് കൊടുക്കാനെന്ന് ചോദിച്ചല്ലോ. അല്ല, സർക്കാർ എത്രയോ മുൻപ് തന്നെ PPE എല്ലാ ആശുപത്രികളിലും തന്നു കഴിഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റ് പറഞ്ഞാൽ അതിൽ ഹെഡ് ടു ഫുട്ട് നമ്മളെ കവർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഏതൊരു രോഗി നമ്മളുടെ മുൻപിൽ വരുമ്പോഴും ഇയാൾ ദിസ് മാൻ ഹാസ് ഗോട്ട് സംതിങ് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് സാധനങ്ങൾ ഇട്ടിട്ട് വേണം അയാളുടെ അടുത്ത് ചെല്ലാൻ എന്നാണ്, അതാണ് അതിൻ്റെ രീതി. പക്ഷേ ഷീന പറഞ്ഞതുപോലെ ഞാനൊരു ലേബർ റൂം സ്റ്റാഫാണ്. ഒരിക്കൽ ഇതുപോലെ ഒരു കേസ് വന്നപ്പോൾ വിത്ത് ട്രോളിയിൽ ഫുൾ ലേബർ പെയിൻ ആയി വരുന്ന ഒരു പേഷ്യൻ്റാണ്. ബേബിയുടെ ഹെഡ് ഓൾമോസ്റ്റ് ഔട്ടായി കിടക്കുന്ന ഒരു സമയത്ത് സിസ്റ്ററേന്ന് വിളിച്ച് ഓടി വരുമ്പോൾ ചാടി വീണ് നമ്മൾ ആ കൊച്ചിനെ പിടിച്ചില്ലെങ്കിൽ ആ കൊച്ച് താഴെ വീഴും. ആ സമയത്ത് ഗ്ലവ് എടുക്കാനുള്ളൊരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫ്രണ്ടായിരുന്നു, അവൾ പോയി എടുത്തു, ബേബി എടുത്തു, നഴ്സിംഗ് അസിസ്റ്റൻറ്റും സപ്പോർട്ട് ചെയ്ത്. എനിവേ ബേബിക്കും അമ്മയ്ക്കും ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരുടെ കേസ് ഫയലുകൾ റെഫർ ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ പേഷ്യൻ്റ് HIV പോസിറ്റീവായിരുന്നു. ആ ബുക്കിൽ വളരെ പ്രത്യേകിച്ച് ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഗർഭിണിയാവാൻ പാടില്ല. ഇൻ കേസ് ഗർഭിണിയാവുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് സിസേറിയനെ ചെയ്യാവുള്ളൂ എന്ന്. അങ്ങനെ കുറേ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. വായിക്കാൻ പറ്റിയില്ല. അപ്പോഴേ കണ്ണൊക്കെ ആകെ തള്ളിയ, എല്ലാവരും ആകെ വിഷമിച്ചു. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് മറുപടിയുടെ ആവശ്യമില്ലല്ലോ, സംഭവിച്ചത്. ഒരു ചെറിയൊരു ഇത് പറഞ്ഞോട്ടെ, ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾ ഗർഭിണി ആവരുതെന്നോ സിസേറിയൻ മാത്രമേ എന്നുള്ളത് ശരിയാണെന്ന് തോന്നില്ല. കാരണം ART കവറോട് കൂടെ ഇപ്പോൾ ഒരുപാട് പേര് ജനിക്കുന്നുണ്ട്, കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞു. ഇന്നലെ നടന്ന സംഭവമല്ല, വർഷങ്ങൾക്ക് മുൻപ് അതാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു 5 വർഷം കഴിയുന്നത് വരെ ആ ഭീതി മനസ്സിൽ നിന്നും പോയില്ല. എന്നിട്ട് കൗൺസിലിങ്ങിന് വിട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു HIV ഡെലിവറി പാടില്ല എന്നുള്ളതിലേക്ക് സ്ട്രെസ് ചെയ്തിട്ടല്ല. പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി ഞങ്ങൾക്ക് സാഹചര്യം അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്കൊക്കെ ഇടപെടേണ്ടി വരുന്നു. അപ്പോൾ പൊതുജനങ്ങളോട് ഞാൻ പറയുന്നത്, ഞങ്ങളാണ് മാതൃക, ഞങ്ങൾ തന്നെയാണ് ഉദാഹരണം എന്ന് കരുതി ആശങ്കകൾ അകറ്റി വെച്ച് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നതില്ല. ഞങ്ങൾക്കാർക്കും ലിനി സത്യത്തിൽ എന്തോ നിർഭാഗ്യം കൊണ്ട് ലിനി പോയി. പക്ഷെ ഇവരൊക്കെ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിനുശേഷം പരിചരിച്ച ഒരു നഴ്സുമാർക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് പൊതുജനങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി. കൂട്ടം ചേരരുത്, അങ്ങനെ കൂട്ടം ചേർന്ന പൊതുപരിപാടികൾ എല്ലാം 31-ാം തീയതി വരെ കളക്ടർ വിലക്കിയിട്ടുണ്ട്. ആ നിലയ്ക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ സ്കൂൾ തുറക്കേണ്ട 1-ാം തീയതിയാണല്ലോ. ഇത് നമുക്ക് ഓരോ ദിവസത്തെ നില വിശകലനം ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാ ദിവസവും നമുക്കൊരു ഇതിന്റെ ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മാറി. ഞാനത് ചോദിക്കാൻ കാര്യം, തുമ്മലും പനിയും ജലദോഷം മൂക്കൊലിപ്പുമായിട്ടായിരിക്കും മിക്കവാറും എല്ലാ കുട്ടികളും. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ കോൺടാക്റ്റിനെയും ട്രേസ് ചെയ്തിട്ടുണ്ട്. ഈ കോൺടാക്റ്റിന് ആർക്കെങ്കിലും സിംറ്റംസ് വരുന്നുണ്ടോ എന്നുള്ളത് എല്ലാ ദിവസവും എത്ര പുതിയ കേസുകൾ വരുന്നുണ്ട്, എത്ര സംശയമുള്ള കേസ് വരുന്നുണ്ട്, അതിൽ എത്ര ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സ്കൂൾ തുറക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സ്കൂൾ അടയ്ക്കുക എന്നുള്ളത് വലിയൊരു പരിഹാരമാണ് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ കോഴിക്കോട് ജില്ലയ്ക്കൊക്കെ അപ്പുറം. ഏതായാലും അത് അന്നന്ന് എടുക്കേണ്ട തീരുമാനമാണ്, അത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. അത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവിൽ കുട്ടികൾക്ക് ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഈ സാംക്രമിക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂളിൽ 2 ദിവസം അയക്കാതിരിക്കുക എന്നുള്ളൊരിതുണ്ട്. അതൊരു പൊതുവിലുള്ളൊരു പോളിസി ആയിരിക്കണം. അതുപോലെ ഈ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗം ഉണ്ടെങ്കിൽ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോവാതിരിക്കുക, ഒരു തിയേറ്ററിൽ സിനിമ പോവാതിരിക്കുക. ഇതൊക്കെ മിനിമം പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില ശീലങ്ങൾ, അത് നമ്മൾ പൊതുവിൽ ചെയ്യേണ്ടതാണെന്നുള്ളത്. എന്തായാലും കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വണ്ണം ഈ ഒരു രോഗത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ രോഗത്തെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടി, വൈറസ് ബാധയെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതാണ് കണ്ടത്. പക്ഷേ നേരത്തെ ഇപ്പോൾ ഡോക്ടർ അരവിന്ദൻ പറഞ്ഞതുപോലെ ഇത് അവനവനാണ് തീരുമാനിക്കേണ്ടത്. ഈ കാര്യത്തിൽ നമുക്ക് ഇത്തരത്തിലൊരു രോഗബാധയുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാതിരിക്കുക, അത് ബാക്കിയുള്ളവർക്ക് വരുത്താതിരിക്കുക. അതിനു പകരം ആ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ, നഴ്സുമാരെ, ആശുപത്രി ജീവനക്കാരെ ഒക്കെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്കല്ല ഇത്തരമൊരു രോഗത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനൊക്കെ അപ്പുറത്താണ് മലയാളിയുടെ മനസ്സ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട അവസരം കൂടിയാണ്. എന്തായാലും ഈ രോഗത്തെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയും ആ രോഗത്തെ ചികിത്സിക്കുന്നതിന് ഒറ്റക്കെട്ടായി നിൽക്കുകയും അതിന് എല്ലാ പിന്തുണയുമായി നിന്ന സർക്കാർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കേരള സമിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.